ഇവനതൊരു മിനിറ്റില്ലേ, റൂമിന്റെ ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഏട്ടാ, എന്താ പരിപാടി? ജനലിലേക്ക് നിന്നിട്ട് ആ എന്ത് പരിപാടി? എനിക്കൊരു പരിപാടി ഇല്ല. നീ എന്താ പറഞ്ഞ? ഞാനേ ഏട്ടൻ്റെ ഷൂ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ജോക്കിങ്ങിന് കൊണ്ട് എനിക്ക് വന്ന് തരുമോ? ഒന്നാമതേ ഇവിടുത്തെ പെൺകുട്ടികൾക്കൊന്നും നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമല്ല. നീ ജോക്കിങ്ങിന് പോകുന്നത് തന്നെ കൂടുതലും കാണിക്കാനാണെന്നാണ് ഇവിടെ അവർ പറയുന്നത്. നീ എന്റെ ഷൂ കൂടിയിട്ടിട്ട് പോകാനാണ്? നടക്കൂല മോനെ, സ്റ്റാൻഡ് വിട്ടോ. എന്റെ ഷൂ എടുത്തോണ്ട് പോകില്ലടാ. ഏട്ടനെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല നാട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ ഷൂ എടുത്തോണ്ട് പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇവിടുന്ന് എത്രപ്പെടുന്ന റെഡി ചെയ്യാറുണ്ട്. ഈശ്വര, മനുഷ്യൻ കുളിച്ചിട്ടും കൂടിയില്ല. അമ്മ, ഞാൻ ഇറങ്ങണേ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ഇപ്പം ഡെയിലി അതാണ്. എന്നും ഇവിടെ ഇവിടെ ഒറ്റ പോക്ക. അമ്മ ഞാൻ ഇറങ്ങുവാണേ, അമ്മ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വാക്ക് കഴിക്കാൻ വേണ്ട. ഒന്നും ഇവിടെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇത് എങ്ങോട്ടാണ് പോയി കെട്ടിയൊരുക്കി കൊണ്ട് പോകുന്നത്? എന്നാലും നല്ല ചുന്ദരനായിട്ടാണ് പോകുന്നത്. ആര് ചേച്ചി? എന്തടി? അല്ല, ഇന്ന് ഇച്ചാനെ കണ്ടില്ലല്ലോ. ഇതേ കണ്ണ് എൻ്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത്. എനിക്ക് നേരെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അയ്യോ എൻ്റെ അമ്മ, ഇയാളെന്നെ മനസ്സിൽ കൊല്ലാൻ വേണ്ടിയിട്ടാണോ കാറുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്? ആരെ കൊന്നാലും ഒരിക്കലും എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല. കാരണം നീ എന്റെ മാത്രം. തനിക്കെല്ലാം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തോരം പറ്റും ഞാൻ തന്നടുത്ത് പറഞ്ഞു. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എന്താണ് ഇച്ചാനെ കുറിച്ച് ഞാൻ എപ്പോ വന്നാലും ഭയങ്കരമായിട്ട് എന്നെ താഴ്ത്തി കെട്ടുന്നുണ്ടല്ലോ. ഇഷ്ടമല്ല 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 എന്ന് പറഞ്ഞിട്ട്. നിനക്കെന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. തന്നോട് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പോവാ, നീ വരി. അങ്ങനെയാണ് പോകാതൊരു. എന്നാ പോട്ടെ, ബൈ ബൈ ഡേ. ചേച്ചി, ചേച്ചി എന്ത് പറ്റി? ഏട്ടൻ എന്താ ചേച്ചിയുടെ ചെവി പറഞ്ഞേ? അതൊന്നുമില്ല, നീ വാ. അയാൾക്കെന്താ തനിക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഇത് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ഇഷ്ടാവില്ല ഇഷ്ടാവില്ല ഇഷ്ടാവില്ല. അതിൻ്റെ അടുത്തല്ലേ വളരെ ഞാൻ പറയുന്നത്. കൊതിച്ചപ്പെട്ടത് ആണെങ്കിൽ അവളാണെങ്കിൽ ഇച്ചായ 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 എന്ന് പറഞ്ഞിട്ട് അതിനോട് കൂട്ടുവിടാൻ നിൽക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. പിന്നെ കർത്താവേ, കർത്താവ് നിങ്ങൾ എപ്പോഴാണ് കർത്താവിനെ വിളിച്ചു തുടങ്ങിയത്? ഈശ്വര, ഹലോ. ഈശ്വര, പിന്നെ പുക കണ്ടിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്കിളായിട്ട് കയറിയിരിക്കെ, ഞാൻ അമ്മേനെ വിളിക്കാം. ഹായ്, ഞങ്ങള് അപ്പുറത്തെ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളുകളാണ്. അങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല, തിരക്കായിരുന്നു. എന്തായിരുന്നു വിശേഷിച്ച്? ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ വീട്ടിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്.
എല്ലാവരും വരണം, അത് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അമ്മ, അവള് വരുന്നില്ലെന്ന് തോന്നുന്നു. അവളുടെ മുഖം കണ്ടിട്ട് വരാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടല്ലോ അമ്മ. അമ്മ ഒന്ന് ചോദിച്ചു നോക്ക്. ഈശ്വരാ, ഇങ്ങനെ തല്ലി കൊല്ലും മിക്കവാറും. എന്താ മോളെ വരില്ലേ പരിപാടിക്ക്? വരാണ്ട് ഞാൻ വരാം, ഉറപ്പായിട്ടും വരാം. ഞങ്ങൾ ഇറങ്ങിക്കോ, അവിടെ കുറച്ച് പേരും കൂടി വിളിക്കാനുണ്ട്. ശരി എന്നാ, നേരത്തെ എത്തിക്കോളൂ കേട്ടോ. ടാറ്റാ. എന്താടോ താനെ ഇങ്ങനെ നോക്കുന്നത്? നീ വല്ലാണ്ട് അങ്ങ് സുന്ദരിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഐ റിയലി ലവ് യു. ഇയാൾക്ക് ഒരു നാണമില്ലേ? ഇവിടെ എന്തൊരു പേരുള്ളതാ. കുഞ്ഞിനെ വെച്ച് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഇത് അയാളുടെ റൂമുണ്ട്, ഒന്ന് കയറി നോക്കണം. അത് മോശമല്ലേ? വേണ്ട, എന്നാലൊന്ന് കയറി നോക്കിയാലോ? എന്തിനാട്ടെ, കയറി നോക്കാം. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നേക്കാം. നീ പൊക്കത്താവട്ടെ. അയ്യോ, അയാളുടെ സൗണ്ടല്ലേ കേട്ടത്? എന്റെ ദൈവമേ, ഞാനിത് എവിടെ പോയി വിളിക്കും? കട്ടിലിനടി കയറിയല്ലോ. അയ്യോ, പിടിച്ചു. നീ എവിടെ? നീ എന്നടി എന്റെ റൂമില്? അത് ഞാന് ഒന്നുമില്ല, ഞാൻ പോവാ. എന്തായാലും വന്നല്ലേ, കുറച്ചേരം ഇരുന്നിട്ട് പോവാ. വേണ്ട, ഞാൻ പോവാ. ഓടടി. അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ കള്ളി? ചേച്ചിനെ കാണാൻ പുറത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. അതാരാ? എന്നെ കാണാനോ? നീ കയറിയിരിക്കെ, ഞാൻ പൊക്കം നോക്കിക്കോളാം. ഇയാളും എന്റെ പൊന്നു കർത്താവേ, ഇയാൾ ഇവിടെ മനസ്സമാധാനം തരില്ലേ? ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നീ എന്തിനാ എന്റെ റൂമിൽ കയറിയത്? എന്തിനാ? അത് തന്റെ അമ്മ ഒരു ഡ്രസ് എടുത്ത് താഴോട്ട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് കയറിയതാ. അല്ലാണ്ട് ഞാൻ അറിഞ്ഞു വെച്ചിട്ടൊന്നും കയറിയതൊന്നല്ല. ഇച്ചായനെ കൊച്ചിന് ഒന്നാമതേ കള്ളം പറയാൻ അറിയില്ല. എന്തിനാ പിന്നെ അതിന് കഷ്ടപ്പെടുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് നീ കയറി നോക്കിയതല്ലേ? താൻ ഏത് ചോദിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? താൻ പോവാൻ നോക്ക്, എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഞാനിവിടെ വെറുതെ വന്നതല്ല. നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. പറയ്, നീ എന്തിനാ എന്റെ റൂമിൽ കയറിയത്? എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? തന്നോട് എന്റെ കൈ വിടാനാ ഞാൻ പറഞ്ഞത്. മണിക്ക് വിട്ടേ, എന്തോ ഈ കാട്ടുന്നേ? നീ പറഞ്ഞിട്ടങ്ങ് പൊക്കോ, പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ഞാൻ കൈവിട്ടേക്കാം. പറയുന്നേ, എന്നോട് ഇഷ്ടമല്ലേ നിനക്ക്? കുറെ നാളുകൊണ്ടായി ഞാൻ ക്ഷമിക്കുന്നു. തനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര തവണ തന്റെ അടുത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ശല്യമായിട്ട് പുറകെ വന്നോളൂ. ഇനി താൻ എന്റെ പിന്നാലെ വന്ന ഉറപ്പായിട്ട് ഞാൻ തന്നെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയും. അടിക്കാതെ പിന്നെ കുറെ നാളായി അങ്ങനെ തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാ
ചേച്ചി ആരെയും നോക്കുന്നത്? കൊറേ ദിവസം കൊണ്ട് നോക്കുവാണല്ലോ. ആരെ നോക്കിനു? ഞാൻ ആരെ നോക്കിയൊന്നുമില്ല. പെണ്ണെ, നീ ഏത് റൂട്ടിലോട്ടാ പോണേന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി അയാളെ നോക്കിയതൊന്നുമല്ല. ശരി, വിശ്വസിച്ചു. ആന്റി, മോളിന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയില്ലേ? എന്തുപറ്റി? ഇല്ല ആന്റി, എനിക്ക് ചെറിയ പനിയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പോയില്ലായിരുന്നു. എന്താ വന്നേ? ഞാൻ വന്നത് എന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ മൂത്ത മോനില്ലേ, അവൻ മുംബൈയിലേക്ക് പോവാ. ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ പറയുന്നത്. അവന് മതിയായിത്രേ ഇവിടുത്തെ താമസമൊക്കെ. അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മുംബൈയിൽ അടിച്ചു പൊളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ പോണേക്ക് മുമ്പായിട്ട് കേരളത്തിൽ നിന്ന് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഒരാഴ്ച ഇവിടെ നിന്ന് കൂടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും വന്നതല്ലേ, ചെറിയൊരു പാർട്ടി പോലെ വെക്കാം. ഒത്തിരി പേരൊന്നും വിളിക്കുന്നില്ല, നിങ്ങൾ കുറച്ച് പേര് മാത്രം വരണം കേട്ടോ. നാളെ പരിപാടി വെച്ചേക്കുന്നത്. ഇനി ഞാൻ കാരണമായിരിക്കും മുംബൈയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച്. അന്ന് ഞാൻ തല്ലിയത് കൊണ്ടായിരിക്കും ഭഗവാനെ ഇപ്പൊ പോവാൻ തീരുമാനിച്ചത്. അത് പിന്നെ എന്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചിട്ടല്ലേ. ഇനി നിനക്ക് അങ്ങേരോട് വല്ലതുണ്ടോടി? എനിക്കങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തല്ലേണ്ട ആവശ്യം എന്താ? ഏതായാലും പോണേക്ക് മുമ്പൊന്ന് പോയി സോറി പറയാം. ഇനി ഞാൻ കാരണം വിഷമിച്ചൊന്നും വേണ്ട. ഞാൻ വിചാരിച്ചില്ല ചേച്ചി വരൂന്ന്. അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? നീ എന്തിനും അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? ഇത് ശരി, ഇപ്പൊ എന്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്ത് പറ്റി? ചേട്ടനോട് ഇഷ്ടം തോന്നിയാ? പോവാന്ന് പറഞ്ഞപ്പോ ചിലപ്പോ തോന്നിയിട്ടുണ്ടെങ്കിലോ? പിന്നെ ഒരാള് പോവാന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ ഇഷ്ടം തോന്നാൻ എനിക്കങ്ങനെ ഉണ്ടായാലല്ലേ തോന്നുള്ളൂ. പിന്നെ ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അടിക്കാനൊന്നും പാടില്ലായിരുന്നു, അത് പിന്നെ പറ്റിപ്പോയി. അപ്പൊ ഒരു സോറി പറയാന്ന് വിചാരിച്ചു, അതാ വന്നത്. നീ കണ്ടോ? ഇച്ചാറിന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാം. അവിടെ കണ്ടോ? ആഹാ, ഇതാര്? എന്റെ ഏട്ടനത്തില്ലേ മഹതിയാണോ ഈ നിക്കുന്നേ? ഞാന് നീ എങ്ങനെയാ ഞാൻ എന്റെ ഏട്ടനെ തല്ലിന്നുള്ള കാര്യം? ഈ പെണ്ണ് എന്നെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്കറിയില്ലേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്? ഇഷ്ടത്തിലാ? എന്നിട്ട് ഇതുവരെ എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനെന്താ ചേച്ചി, ഇപ്പൊ ചേച്ചി അറിഞ്ഞില്ലേ? അത്ര മതി, വരാം, നമുക്ക് പോവാം. ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും ചിലപ്പോ. നമ്മൾ വഴി മാറി പോകുന്നു. നമുക്ക് പോയി സോറി പറയണ്ടേ? യു ക്യാൻ. ആരും നിനക്ക് പറ്റും. സോറി അല്ലേ, ജസ്റ്റ് ഒരു സോറി പറഞ്ഞിട്ട് പോവാം. ആൽബി, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. ജാസു, നീ ഫുഡ് കഴിച്ചായിരുന്നോ? വാ കഴിക്കാൻ. എന്താ അവിടെ തന്നെ നോക്കിയിരിക്കുന്നത്? വാടി. എങ്കിലെന്താ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു? ഒരു സോറി പറയാൻ വന്നിട്ടിപ്പോ ഞാനല്ലേ തല്ലിയത്, അപ്പൊ ഞാൻ തന്നെ വില്ലാൻ നടക്കണം.
പ്ലീസ് എന്നെ ഒന്ന് കേക്ക്. ഇതെന്താ ഇത്? തനിക്കെന്താ എന്നോടൊന്ന് സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. ഇനി എനിക്ക് അതിനുള്ള ശേഷിയില്ല. ജസ്റ്റ് ലീവ് മീ അലോൺ. അത് അല്ല, ഇവനെന്താ ഇവിടെ? നീ നിന്നല്ലേ വിളിച്ചത്? ഇവനെ വിളിച്ചില്ലല്ലോ. ചേച്ചിക്ക് എന്നോട് എന്തായാലും പറയാനുള്ളത് ഇച്ചായന്റെ കാര്യമായിരിക്കും, എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ ഞാൻ മാത്രം വിചാരിച്ചൊന്നും നടക്കാൻ പോകില്ല. അപ്പൊ ഇച്ചായന്റെ കാര്യത്തില് ഇവനും എന്തെങ്കിലും വിചാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവനെ വിളിച്ചത്. ഇച്ചായന്റെ കാര്യം അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവനെ പറഞ്ഞുവിടാം. വേണോ? വേണ്ട വേണ്ട, എനിക്ക് അങ്ങനെ കാര്യം തന്നെ പറയാനുള്ളത്. എനിക്കെന്തോ അങ്ങനെ എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ. ഇനി ഇത് വല്ല ലവ് ആയിരിക്കും. ഇത് ലവ് എന്നെ ചേച്ചി. കാരണം ഇഷ്ടമുണ്ടാവുക എന്ന് അറിയുന്നത് നമ്മളൊരാളെ ഇഗ്നോർ ചെയ്യുമ്പോ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നറിയുമ്പോഴുള്ളൊരിതാണല്ലോ. അല്ലേ? അതെ. അപ്പൊ ചേച്ചി ഉറപ്പിച്ചു, ഇത് ചേച്ചിക്കുള്ളിൽ നിന്ന് സ്നേഹം പുറത്തേക്ക് വന്നതാണ്. ഇനി എന്നോട് പോയി ഇഷ്ടം പറയും. ചെല്ലങ്ങോട്ട്. ഇതിപ്പോ പറ്റിയ അവസരം. ഏട്ടൻ മാത്രമേ വീട്ടിലുള്ളൂ. എല്ലാവരും കറങ്ങാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയേക്കാം. ചേച്ചി എന്തായാലും ചെല്ല്. ഏട്ടൻ ഒറ്റയ്ക്കാവുമ്പോ നല്ലപോലെ സംസാരിക്കാനും പറ്റും. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് രണ്ടുപേരും കൂടി പറഞ്ഞ് എന്താന്ന് വെച്ച പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് സെറ്റാവാൻ നോക്കുന്നേ. ആൽബി പ്ലീസ്, എനിക്കൊന്ന് സംസാരിക്കണം. കുറച്ച് നേരം എനിക്കൊന്ന് താ. താനിത് എവിടേക്കാ പോകുന്നേ? ഒരാഴ്ചയായി ഞാൻ എന്റെ പിന്നാലെ നടക്കുന്നു ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട്. തനിക്കെന്താ എന്നോടൊന്ന് സംസാരിച്ച? ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴൊന്നും നിനക്കെൻ്റെ അടുത്ത് സംസാരിക്കണ്ടായിരുന്നല്ലോ. നിനക്കെന്നെ ഒരു പുല്ല് വില പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്തിനാ വന്നേ? ഞാനത് വിട്ട് കളഞ്ഞ ടോപ്പിക്കാ. ഇനി എൻ്റെ ലൈഫിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഇനി അതും പറഞ്ഞിങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊക്കോ, ഇവിടെ ആരുമില്ല. എനിക്കിഷ്ടം നിങ്ങളെ, ഒത്തിരി ഇഷ്ടം. ഒരാഴ്ച കൊണ്ട് എനിക്കൊന്ന് മനസ്സിലായി. സോറി പ്ലീസ് ജയന് വേണ്ടാന്ന് മാത്രം പറയരുത്. ഞാൻ പറഞ്ഞു വീട്ടിലാരുമില്ലാന്ന്. നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കാം. ഇവിടെ ഒത്തിരി നേരം നിൽക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. I love you. I really love you. Please. ചേച്ചി പറഞ്ഞോ? എന്തായിട്ടും പറഞ്ഞു? ചേച്ചി എന്താ പറ്റി? എന്നിട്ട് കരയുന്നേ? ചേച്ചി നിൽക്ക. ഈ ചേച്ചിക്ക് ഇഷ്ടമാന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചാടയിടുന്ന? തിരിച്ചങ്ങ് ഇഷ്ടമെന്ന് പറഞ്ഞാ പോരെ? ഇറങ്ങി പോടാ. എന്റെ കാര്യത്തിൽ ഇടപെടാതെ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിവ് എനിക്ക് നന്നായിട്ടുണ്ട്. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. പോവാൻ നോക്ക്. സ്വർണ്ണപ്പെട്ട പോലത്തെ ഒരു പെണ്ണിനെ മിസ്സാക്കുമ്പോഴേ ഏട്ടൻ പഠിച്ചോളൂ. പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് ചേച്ചിപ്പോ കാണണം. പ്ലീസ് എന്നിട്ട് പോകണമെന്ന് പറയണം.
പ്ലീസ്. ചേച്ചി, ഞാൻ ഏട്ടനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ. ഫ്ലൈറ്റ് 7 മണിക്കാ. എടാ പ്ലീസ്, അങ്ങോട്ട് കൊണ്ടുപോടാ പ്ലീസ്. ഞാൻ നിനക്ക് ആശീർവദിക്കാം. എനിക്ക് അവസാനമായിട്ട് സംസാരിക്കണം. എനിക്ക് സോറി പറയണം പ്ലീസ്. സോറി ജയ, സോറി. മാറിക്ക്. നീ എന്താ ഇവിടെ? നിന്നെ ആരെ കൊണ്ടുകൊടുക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി ഇതിനെ പറ്റി സംസാരിക്കണ്ടാവും. ജയ പ്ലീസ്, എന്നോടൊന്ന് ക്ഷമിക്കാം പ്ലീസ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. പ്ലീസ് ജയ, എന്നെ ഇട്ടിട്ട് പോകരുത് പ്ലീസ്. പ്ലീസ് കാല് പിടിക്കാൻ നിങ്ങളുടെ പ്ലീസ്. പ്ലീസ് ജയ, നിങ്ങളില്ലാതെ എനിക്കിപ്പോ പറ്റുന്നില്ല പ്ലീസ്. നീ എന്താ വിചാരിച്ചേ? ഈ ചൈന മൊത്തത്തിലൊക്കെ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്നു? ഒരു ഡോസ് എന്നല്ലേ എന്റെ പിന്നില്. പേടിച്ചോയോ? പോടെ പട്ടി, ഞാൻ ശരിക്കും പേടിച്ചു. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാടോന്ന്. ഇത്രയും നാളും കൈയും കാലം പിടിച്ച് പുറകടന്ന് ഇപ്പൊ എന്നെ ഉപേക്ഷിച്ച് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാവത്തില്ലേ? ഭ്രാന്തൻ. എങ്ങനെ ഭ്രാന്തനോ? പിന്നെ ശരിയാക്കി തരാം. I love you, Jaya. I love you so much. Love you too. എന്റെ കെട്ടിയോളെ. ആൽബി, നീ ഇതെവിടെയായിരുന്നു? ഞാനവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാ പുറത്ത്. എന്താ അമ്മ? നീയും അപ്പുറത്തെ വീട്ടിലെ കൊച്ചും തമ്മിൽ എന്താ ബന്ധം? ഓ, അതാണോ കാര്യം? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി ഇരുന്നതാ ഈ കാര്യത്തെ പറ്റി. എന്തായാലും ഇപ്പൊ അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അതങ്ങ് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. നമുക്ക് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. എന്ത് നിസ്സാരമായിട്ടാവും പറയുന്നത്? ഒരു ഹിന്ദു കൊച്ചിനെ കല്യാണം കഴിക്കാന്ന്? നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. അത് ഞാൻ നടത്താൻ സമ്മതിക്കൂല. നീ അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കെട്ടു. അമ്മ ഇനി എന്ത് തല കുത്തി ഇവിടെ കിടന്ന് കാണിച്ചാൽ പോലും എനിക്ക് അവളില്ലാതെ പറ്റില്ല. അവൻ ആ കൊച്ചിന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ആരെങ്കിലും അതൊക്കെ നോക്കുന്നുണ്ടോ? നിനക്ക് എന്താ കുഴപ്പം? എടാ, നമുക്ക് നാളെ തന്നെ പോയി ആ കൊച്ചിൻ്റെ വീട്ടിൽ കാര്യങ്ങൾ സംസാരിക്കാം. ആ കൊച്ചിൻ്റെ വീട്ടിൽ എതിർപ്പൊന്നുമില്ലല്ലോ? ആ കൊച്ചിനും തന്നെ ഇഷ്ടം തന്നെയാണല്ലോ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കല്യാണം ഇല്ല ഇതുവരെയും. ഡേ, നിന്നോട് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ എന്തായാലും നാളെ ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, ഇവളൊറ്റ മോളാ. അതിന്റെ കൊഞ്ചിച്ചും കാളിച്ചും തന്നെ ഇവളെ ഞങ്ങൾ വളർത്തിക്കുന്നത്. ഒറ്റ മോളായതുകൊണ്ട് തന്നെ കല്യാണം നല്ലപോലെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് നിങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ? പിന്നെ ഗുരുവായൂർ വെച്ച് നടത്തുന്നത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കവിടെ വരാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവോ?
നിങ്ങളെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളെ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് അമ്പലത്തിലൊന്നും കയറാനായിട്ട് പാടില്ല. വേണമെങ്കിൽ പള്ളിയിൽ വെച്ച് കെട്ട് നടത്താം, അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. അവിടെ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാം. ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, ഗുരുവായൂർ വെച്ച് തന്നെ കല്യാണം നടത്താം, ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പള്ളിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മിന്നു കെട്ടണം. അത് ഞങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സംസാരിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. എന്താണ് നിന്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? എന്തു വെച്ച്? അതല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കല്യാണത്തിന് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് എന്തൊരു സന്തോഷമില്ലാത്ത പോലെ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എൻ്റെ കല്യാണം എന്നൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്കൊരു ടെൻഷൻ, അതിൻ്റെ പേരിലാണ് ഈ ഒരു ദേഷ്യമൊക്കെ. അതൊന്നും നീ കാര്യമൊക്കെ എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. അയ്യേ, നീ ആരെങ്കിലും കാണും കേട്ടോ. കണ്ട എനിക്കെന്താണ്, നീ എൻ്റെ കെട്ടുകളാവുമ്പോല്ലേ, പിന്നെന്താ പ്രശ്നം? ഈ ആൽബി അഗസ്റ്റീന് ഒരേ ഒരു കെട്ടിയോള്, അത് നീയാണ്. ഇനി എല്ലാ ജന്മത്തിലും അത് തന്നെ മതി.